ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ സനൂഫ്. ശ്രീലങ്കയിലെ ആഭ്യന്തര യുദ്ധം. ആഭ്യന്തര യുദ്ധമോ? ഞങ്ങൾ കേട്ടത് എന്തോ സാമ്പത്തികമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നും സാധനങ്ങൾക്കൊക്കെ വില കൂടിയെന്നൊക്കെ ആണല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷേ ശ്രീലങ്ക ഇന്ന് ആ ഒരു സ്റ്റേജിൽ നിന്ന് മാറിയിട്ട്, സാമ്പത്തികമായ പ്രതിസന്ധി എന്ന് പറയുന്ന ആ സ്റ്റേജിൽ നിന്ന് മാറിയിട്ട് ആഭ്യന്തരമായ കലഹത്തിലോട്ടാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ വംശീയമായ പല സംഘർഷങ്ങളും ഉടലെടുക്കാനുള്ള എല്ലാ സാധ്യതകളും വർദ്ധിച്ചു വരുന്നുണ്ട്. സോ ശ്രീലങ്കയിലെ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് വിശദമായി മനസ്സിലാക്കേണ്ട ഒരു ആവശ്യത ഇവിടെ അടങ്ങിയിട്ടുണ്ട്. കാരണം ഇവിടെ ഇന്ത്യയുടെ പേരും വലിച്ചിട്ടുകൊണ്ട് ഇന്ത്യയാണ് ഈ അവസ്ഥയ്ക്ക് കാരണമെന്ന് പറഞ്ഞ് വരുത്തി തീർക്കാനായിട്ട് ചൈന വലിയ പല കളികളും കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സോ നമുക്ക് എൻറ്റയർലി ഈ ശ്രീലങ്കയിലെ മുഴുവൻ പ്രശ്നങ്ങളുടെയും ചില പ്രധാനപ്പെട്ട കാരണക്കാരെയാണ് ഈ ഒരു വീഡിയോയിൽ കണ്ടെത്താൻ ശ്രമിക്കുന്നത്. സോ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ മുഴുവനായി കാണുക. നമ്മുടെ ചാനലിൽ ഇതിനു മുമ്പ് ശ്രീലങ്കയിലെ ആഭ്യന്തരമായ പ്രശ്നങ്ങളെപ്പറ്റിയും അവിടുത്തെ സാമ്പത്തികമായ പ്രതിസന്ധിയെപ്പറ്റിയും അതിൻ്റെ യഥാർത്ഥ കാരണങ്ങളെപ്പറ്റി എല്ലാം തന്നെ നിരവധി വീഡിയോസിൽ സംസാരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ഈ ഒരു സാമ്പത്തികമായ അല്ലെങ്കിൽ എക്കോണമിക്കൽ പ്ലസ് മിലിറ്ററി പരമായിട്ടുള്ള റിലേഷൻഷിപ്പിലും അതിൽ വന്നിരിക്കുന്ന ചേഞ്ചസും ചൈന, ഇന്ത്യ, ശ്രീലങ്ക എന്ന് പറയുന്ന ട്രയാങ്കിൾ, ഈ ഒരു ത്രികോണത്തിലുള്ള ആ ഒരു പദ്ധതികൾ, ആ ഒരു മത്സരവും അവർ തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ നമ്മൾ വിശദമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. സോ ആ ഒരു വീഡിയോ കണ്ടവർക്കെല്ലാം അറിയാം ഇന്നത്തെ ഈ ഒരു അവസ്ഥയ്ക്ക് പ്രധാനപ്പെട്ട കാരണക്കാരിൽ ഒരാൾ ചൈന എന്ന് പറയുന്ന രാജ്യമാണെന്ന്. ചൈന എന്തുകൊണ്ടായിരിക്കും ശ്രീലങ്കയുടെ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണക്കാരെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. അതിനെപ്പറ്റി മനസ്സിലാക്കണമെങ്കിൽ നിരവധി വാർത്തകൾ, ഇതിനു മുമ്പ് വന്നിരിക്കുന്ന വാർത്തകളെപ്പറ്റി തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ കാര്യം, ശ്രീലങ്കയിൽ ഇന്ന് നടക്കുന്ന പ്രശ്നങ്ങളുടെ 3 പ്രധാനപ്പെട്ട റീസൺസ് ഉണ്ട്. ഈ 3 കാരണങ്ങൾ മനസ്സിലാക്കിയാൽ ഈ 3 കാരണങ്ങൾക്കുള്ള കാരണക്കാരാണെന്ന് നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നാമത്തെ ഒരു കാരണം അവിടുത്തെ അവശ്യ വസ്തുക്കളുടെ വില വർധനവ്. ഈ വില വർധനവ് എങ്ങനെ സംഭവിച്ചു? ഇതിനെപ്പറ്റി മനസ്സിലാക്കണമെങ്കിൽ ശ്രീലങ്കയുടെ GDPയിലെ ചില പ്രധാനപ്പെട്ട ഘടകങ്ങളെപ്പറ്റി നമ്മൾ ഓരോന്നായിട്ട് അറിയേണ്ടതുണ്ട്. ഒന്നാമത്തെ കാര്യം ശ്രീലങ്കയിലെ ടൂറിസം എന്ന് പറയുന്ന കാര്യം. ഈ ടൂറിസത്തിലൂടെയാണ് ഓൾമോസ്റ്റ് 10% അവരുടെ GDPക്ക് കോൺട്രിബ്യൂഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ 2019 ശ്രീലങ്കയിൽ ഈസ്റ്റർ ദിനത്തിൽ കുറേയധികം ബോംബ് സ്ഫോടനം നടന്നിരുന്നു. അതിനുശേഷം ടൂറിസ്റ്റുകൾ അങ്ങോട്ടേക്ക് കുറഞ്ഞു വരികയും പിന്നീട് COVID-19 ഔട്ട്ബ്രേക്ക് ഉണ്ടായ ശേഷം സാമ്പത്തികമായിട്ടും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ശ്രീലങ്ക നേരിട്ടിരുന്നു. അങ്ങനെ പതുക്കെ ഈ പ്രശ്നങ്ങളുടെ മേലെ പ്രശ്നങ്ങൾ ഓരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു രണ്ടാമത്തെ ഒരു പ്രശ്നം ശ്രീലങ്കയ്ക്ക് നേരിടേണ്ടി വന്നത്. അത് മറ്റൊന്നുമല്ല, ശ്രീലങ്കയുടെ GDPയിൽ പ്രത്യേകിച്ച് അവർ മറ്റു രാജ്യങ്ങളോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നതിലെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ടീ. അതായത് നമ്മൾ തേയില അതുപോലെ തുടങ്ങിയ ഘടകങ്ങൾ ശ്രീലങ്കയിൽ ലഭ്യമാണ്. സോ ഒരു ടീ വിദേശ രാജ്യങ്ങളിൽ കയറ്റുമതി ചെയ്ത് അതിലൂടെ അവരുടെ ഇമ്പോർട്ടിൽ വലിയൊരു വരുമാനം തന്നെ ശ്രീലങ്ക കണ്ടെത്തിയിരുന്നു. പക്ഷെ അവിടെയും അവർക്കൊരു പ്രശ്നം സംഭവിച്ചത്, ശ്രീലങ്കയിൽ 2019 പുതിയൊരു നിയമപരിഷ്കരണം കൊണ്ടുവന്നിരുന്നു. ഈ നിയമപരിഷ്കരണത്തിൻ്റെ ഭാഗമായിട്ട് കർഷകർ അതുവരെ ഉപയോഗിക്കുന്ന രാസ കീടനാശിനികൾ മാറ്റിയിട്ട് ജൈവ കീടനാശിനി ഉപയോഗിക്കണമെന്ന് പറയുന്ന കർക്കശമായ നിയമം ശ്രീലങ്കയിൽ പാസ്സാക്കിയിരുന്നു. ഈ നിയമം പാസ്സാക്കിയത് അതിന് മുമ്പ് തന്നെ വലിയ തോതിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെട്ടെങ്കിലും അതൊന്നും മാനിക്കാതെയായിരുന്നു ശ്രീലങ്കയിലെ ഭരണകൂടം ഇതിന് നേതൃത്വം നൽകിയത്. സോ ശ്രീലങ്കയിലെ ഭരണകൂടം ഈ ഒരു നേതൃത്വം നടപ്പാക്കുകയും ആ ഒരു നിയമം പാസ്സാക്കുകയും ചെയ്തത് അവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കിയ, അതായത് ആ ഒരു നിയമത്തിലൂടെ എന്ത് നേട്ടമാണ് ശ്രീലങ്ക സ്വന്തമാക്കാൻ പോകുന്നതെന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് ഇതിന് പിറകിലുള്ള മറ്റു ചില ആൾക്കാരെ അറിയാൻ സാധിക്കും. ഒന്നാമത്തെ കാര്യം, ഇങ്ങനൊരു മാറ്റം കൊണ്ടുവന്നാൽ, അതായത് ജൈവ കീടനാശിനി ഉപയോഗിച്ചു കഴിഞ്ഞാൽ ശ്രീലങ്കയിലെ മണ്ണിന് വളക്കൂറ് ലഭിക്കും. സോ സ്വാഭാവികമായിട്ടും മനുഷ്യർക്കെല്ലാം തന്നെ, ശ്രീലങ്കയിലെ ജനങ്ങൾക്ക് ഈ നാച്ചുറൽ ആയിട്ടുള്ള ഫാമിംഗ് രീതികൾ സ്വന്തമാക്കാൻ സാധിക്കും. അത് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ആയിട്ട് നമുക്ക് എഴുതാൻ സാധിക്കുമെങ്കിലും അവിടെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമുണ്ട്. അതായത് ശ്രീലങ്കയിലെ മുഴുവൻ അവിടുത്തെ ജൈവ വേസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ഈ ജൈവ കീടനാശിനി നിർമ്മിച്ചാലും അവർക്ക് മുഴുവനായിട്ടുള്ള ആ ഒരു കൃഷിക്ക് അനുയോജ്യമായ രീതിയിൽ ഉപയോഗിക്കാനായിട്ട് ഇതിലൂടെ സാധ്യമാകില്ല എന്നും അപ്പോഴും അവർക്ക് ഈ ജൈവ കീടനാശിനികൾ, ഈ ഒരു ഫെർട്ടിലൈസേഴ്സ് വേറെ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യേണ്ട ഒരു ആവശ്യതയുണ്ടെന്ന കാര്യത്തെപ്പറ്റിയും കൃത്യമായിട്ട് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇതിനൊന്നും മാനിക്കാതെയായിരുന്നു ഈ ഒരു നിയമം പാസ്സാക്കിയത്. അങ്ങനെ പാസ്സാക്കിയ ശേഷം ശ്രീലങ്ക ആദ്യമായിട്ട് ഫേസ് ചെയ്ത കാര്യം ഈ ഒരു ഫെർട്ടിലൈസറിൽ വന്ന ഷോർട്ടേജ് ആയിരുന്നു. ആ ഷോർട്ടേജ് പരിഹരിക്കാനായിട്ട് അവർ ആദ്യം അപ്രോച്ച് ചെയ്ത രാജ്യം ചൈന തന്നെയാണ്. കാരണം ചൈനയാണ് ശ്രീലങ്കയുടെ ആ സമയത്തെ ഉറ്റ സുഹൃത്ത്. സോ ശ്രീലങ്കയുടെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള മാറ്റങ്ങൾക്കനുസരിച്ചിട്ട് അവരുടെ വിദേശ നയങ്ങളിലും വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ 2019 അധികാരത്തിൽ വന്നിരുന്ന രാജപക്സെയുടെ കുടുംബഭരണമാണ് ഇപ്പോൾ ശ്രീലങ്ക നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെപ്പറ്റി നമ്മൾ പഴയ വീഡിയോ സംസാരിച്ചാണ്. സോ മഹിന്ദ രാജപക്സെയും ഗോത്തബയ രാജപക്സെയും യഥാക്രമം പ്രസിഡന്റും പ്രൈം മിനിസ്റ്ററായിട്ട് മാറിയ ശേഷം ശ്രീലങ്കയുടെ ഭരണത്തിൻ്റെ മുഴുവൻ കൺട്രോളും ചൈനയ്ക്ക് ഡയറക്റ്റായിട്ട് സ്വന്തമാക്കാനായിട്ട് സാധ്യമായിരുന്നു. കാരണം അതുവരെ ഇന്ത്യക്ക് അനുകൂലമായിട്ട് നിലപാടെടുക്കുന്ന പല കാര്യങ്ങളിൽ നിന്ന് ശ്രീലങ്കയുടെ ഗവൺമെൻറ് ഒറ്റ നീക്കത്തിൽ തന്നെ പല കാര്യങ്ങളും മാറ്റിയെടുത്തിരുന്നു. സോ അങ്ങനെ ഇവർ അധികാരത്തിൽ വന്ന ശേഷം ശ്രീലങ്കയിൽ കൊണ്ടുവന്ന ഈ ഒരു നിയമപരിഷ്കരണത്തിൽ ചൈന വലിയ തോതിലുള്ള ബെനിഫിറ്റ് സ്വന്തമാക്കുമെന്നാണ് എല്ലാവരും കരുതിയത്. അതിൻ്റെ ആദ്യഘട്ടമായിട്ട് ശ്രീലങ്കയിലോട്ട്
ടൺ കണക്കിന് ഫെർട്ടിലൈസർ ചൈനീസ് കമ്പനീസ് കയറ്റുമതി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഈ ഒരു ഫെർട്ടിലൈസേഴ്സ് ശ്രീലങ്കയുടെ തീരത്തോട് എത്തിക്കും. അതിൽ പലതും ശ്രീലങ്കൻ കസ്റ്റംസ് സീസ് ചെയ്യുകയും ആ വന്നിരിക്കുന്ന ഫെർട്ടിലൈസറിന് വലിയ തോതിലുള്ള അപാകതകളുണ്ടെന്നും അത് ജൈവ കീടനാശിനി ഉപയോഗിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ നിഗമനത്തിലെത്തിക്കും. അതിൻ്റെ ടെസ്റ്റ് റിപ്പോർട്ടൊക്കെ വന്നപ്പോൾ ഇത് എൻറ്റയർലി അവർക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത കംപ്ലീറ്റ് ആയിട്ടും ഉപയോഗശൂന്യമായ കാര്യമാണെന്നാണ് അതിൽ ടെസ്റ്റ് റിപ്പോർട്ട് വന്നത്. അങ്ങനെ ടെസ്റ്റ് റിപ്പോർട്ട് വന്നിട്ടും ഈ ഒരു ഫെർട്ടിലൈസർ അവർ വേണ്ട എന്ന് പറഞ്ഞിട്ടും അത് വാങ്ങിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ശക്തമായ നിബന്ധനകൾ കൊണ്ടുവരികയും അത് വാങ്ങിക്കാത്തതിൻ്റെ പേരിൽ ശ്രീലങ്കയുടെ മേലെ ഏകദേശം $6 മില്യൺ ഫൈൻ ഈടാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഫൈൻ നൽകാമെന്ന് ശ്രീലങ്കയുടെ ഭരണകൂടം തീരുമാനവും എടുത്തിട്ടുണ്ട്. സോ ഈ $6 മില്യൺ അന്ന് 2021 അവസാനം ശ്രീലങ്ക കൊടുക്കേണ്ടി വന്നിരുന്നു. അന്ന് ഈ ഒരു പൈസ കൊടുക്കുന്ന സമയത്ത് പോലും ശ്രീലങ്കയിൽ അതിരൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കാനുള്ള എല്ലാ അലകളും ആനടിക്കുകയായിരുന്നു. അങ്ങനെ ഈ അലകളെല്ലാം തന്നെ ഒരുമിച്ച് കൂടി ആനടിച്ചത് 2022 ഫെബ്രുവരിക്ക് ശേഷമാണ്. പ്രത്യേകിച്ച് യുക്രൈൻ റഷ്യ സംഘർഷം കൂടുതൽ രൂക്ഷമായ സമയത്തായിരുന്നു ഇത് ഏറ്റവും കൂടുതലായിട്ട് ശ്രീലങ്കയെ ബാധിച്ചത്. അങ്ങനെ അവശ്യ വസ്തുക്കൾക്ക് വിലക്കയറ്റം സംഭവിച്ചു. ഈ വിലക്കയറ്റം സംഭവിക്കാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഫാക്ടർ, ഈ ഒരു GDP-യിൽ തന്നെയുള്ള മറ്റൊരു ഘടകം എന്ന് പറയുന്നത് FDI എന്ന് പറയുന്ന ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഈ ഒരു FDI പല വിദേശ കമ്പനീസും ശ്രീലങ്കയോടും അതുപോലെ ഇന്ത്യയിലോട്ടൊക്കെ വന്ന് നിക്ഷേപം നടത്താറുണ്ട്. ഇതിനെയാണ് പൊതുവെ ഒരു രാജ്യത്തിൻ്റെ FDI എന്ന് പറയുന്നത്. അതുപോലെ ശ്രീലങ്കയിലോട്ട് ഇന്ത്യയിലെ കമ്പനീസും ബാക്കി പല രാജ്യങ്ങളിലെ കമ്പനീസും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താറുണ്ട്. ഈ ഇൻവെസ്റ്റ്മെൻറ്റ് കഴിഞ്ഞ 3 വർഷമായിട്ട് കുത്തനെ കുറഞ്ഞു വന്നിരുന്നു. ഏകദേശം 2020 $540 മില്യൺ ആയിരുന്നു ശ്രീലങ്കയ്ക്ക് FDIയിലൂടെ ലഭ്യമായത്. അതിന് തൊട്ട് മുമ്പത്തെ വർഷം 2019 $793 മില്യൺ ആയിരുന്നു ഇതുണ്ടായത്. പക്ഷേ അതിന് തൊട്ട് മുമ്പത്തെ വർഷം നോക്കുകയാണെങ്കിൽ ഏകദേശം 1.6 ബില്യൺ ആയിരുന്നു ശ്രീലങ്കയുടെ FDI ആയിട്ട് അവർക്ക് ലഭ്യമായത്. സോ ഈ FDIയിൽ വന്ന കുറവ് ഈ കോവിഡ് മൂലവും പലതരം പ്രതിസന്ധികൾ മൂലം തന്നെ പല വിദേശ കമ്പനീസും ശ്രീലങ്കയിലോട്ട് വരാത്തതും അവർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താത്തതും ശ്രീലങ്കയുടെ GDP-യെ കാര്യമായിട്ട് ബാധിച്ചിരുന്നു. സോ ഇങ്ങനെ വന്നപ്പോൾ അവരുടെ ഫോറിൻ റിസർവ് കംപ്ലീറ്റ് ആയിട്ടും കുറഞ്ഞു വരികയും ഈ ഫോറിൻ റിസർവ് കുറഞ്ഞു വന്ന അതേ സമയത്തായിരുന്നു ശ്രീലങ്ക കൂടുതൽ കടം വാങ്ങിക്കൂട്ടിയതും അവർക്ക് പ്രശ്നമായിട്ട് മാറിയത്. കാരണം ഈ 2027 എന്ന് പറയുന്ന കാലയളവിലായിട്ട് ശ്രീലങ്ക ഏകദേശം $50 ബില്യൺ അടുത്ത് വരുന്ന തിരിച്ചടവ് നടപ്പാക്കേണ്ടതുണ്ട്. ഈ 2022 മാത്രം ഏകദേശം $10 ബില്യൺ അടുത്ത് ശ്രീലങ്ക തിരിച്ചടവായിട്ട് നൽകേണ്ടതുണ്ട്. അതിൽ ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും പിന്നെ ചൈനയുടെ നേതൃത്വത്തിലുള്ള ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിനും പിന്നെ ജപ്പാനുമാണ് ഇവർ കൂടുതലായിട്ട് കടബാധ്യതയുള്ളത്. അത് കഴിഞ്ഞ് അടുത്തായിട്ട് വരുന്ന ചൈന തന്നെയാണ്. ചൈനയ്ക്ക് ഏകദേശം $5 ബില്യൺ അടുത്ത് ശ്രീലങ്ക കടമായിട്ട് നൽകേണ്ടതുണ്ട്. അവർ തിരിച്ചടയ്ക്കേണ്ടതുണ്ട്. പല ലോണുകൾക്കായിട്ട് തിരിച്ചടയ്ക്കേണ്ടതുണ്ട്. ഈ തുകയിൽ $2 ബില്യൺ മെച്യൂർ ആകുന്നത് ഈ ഒരു വർഷമാണ്. ആ $2 ബില്യൺ അടയ്ക്കേണ്ടത് ഈ ഒരു വർഷമാണ്. സോ ടോട്ടലായിട്ട് ഇവർ തിരിച്ചടവ് നടപ്പാക്കേണ്ട ഈ ഒരു സമയമൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഇവരുടെ ഫോറിൻ എക്സ്ചേഞ്ച് കാലിയായതും അങ്ങനെ ഇവരുടെ ട്രേഡ് ഡിഫ്ലിക്റ്റ് സംഭവിച്ചതും ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് വിലയിരുത്താൻ സാധിക്കും. ഈ ട്രേഡ് ഡിഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ഒരു രാജ്യം ഇറക്കുമതിയും കയറ്റുമതിയും ചെയ്യാറുണ്ട്. ഈ ഇറക്കുമതിയും കയറ്റുമതിയും തമ്മിലുള്ള ഡിഫറൻസ്, അതായത് ഇപ്പോൾ ഇന്ത്യ ഒരു $10 ബില്യൺ കയറ്റുമതി ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു $5 ബില്യൺ ഇറക്കുമതി ചെയ്തു. അങ്ങനെ വരുമ്പോൾ ഇന്ത്യയുടെ ട്രേഡ് സർപ്ലസ് എന്ന് പറയുന്നത് ഏകദേശം $5 ബില്യണാണ്. ഇന്ത്യ കയറ്റുമതി ചെയ്തതിനേക്കാളും കുറവായിട്ടാണ് ഇറക്കുമതി ചെയ്തിരിക്കുന്നത്. അതേസമയം ഇന്ത്യ കയറ്റുമതി ചെയ്യുന്നതിനേക്കാളും കൂടുതലായിട്ട് ഒരു $15 ബില്യൺ ഇറക്കുമതി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ത്യക്ക് ട്രേഡ് ഡിഫ്ലക്റ്റ് സംഭവിക്കും. ഈ ഒരു സാമ്പത്തികമായിട്ടുള്ള ആ ശോഷിപ്പ് സംഭവിക്കും. ആ ഒരു കാര്യമാണ് ശ്രീലങ്കയിൽ സംഭവിച്ചിരിക്കുന്നത്. ഏകദേശം $10 ബില്യൺ ട്രേഡ് ഡിഫ്ലിക്റ്റ് ശ്രീലങ്കയിൽ സംഭവിച്ചിട്ടുണ്ട്. ഈ ട്രേഡ് ഡിഫ്ലിക്റ്റ് സംഭവിച്ചത് മൂലം തന്നെ അവർക്ക് ഇറക്കുമതി ചെയ്യാനായിട്ട് സാധിക്കാതെ വന്നു. ശ്രീലങ്ക ഏറ്റവും കൂടുതലായിട്ട് ഫുഡും ബാക്കിയുള്ള പല അവശ്യ വസ്തുക്കളും ഇറക്കുമതി ചെയ്യുന്നതാണ് ഇന്ന് കഴിച്ചുകൂടുന്നത്. അതിൽ അവർക്ക് കാര്യമായ പ്രശ്നം വന്നു. അങ്ങനെ പെട്രോളിൻ്റെ വില കുത്തനെ കൂട്ടേണ്ടി വന്നു. ഇങ്ങനെ വലിയ പല പ്രശ്നങ്ങൾ ശ്രീലങ്കയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ഇവിടെ ഇന്ത്യ എന്ത് റോളാണ് നിർവഹിച്ചിരിക്കുന്നത് അതിനെപ്പറ്റിയാണ് നമ്മൾ വിശദമായിട്ട് ഇനി മനസ്സിലാക്കാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം, ഇന്ത്യ ശ്രീലങ്കയിൽ പലതരം എക്കോണമിക്കൽ ആൻഡ് ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സും പ്ലസ് അതോടൊപ്പം തന്നെ മിലിറ്ററി പരമായിട്ടുള്ള സ്ട്രാറ്റജിക് ബെനിഫിറ്റ്സ് സ്വന്തമാക്കാനായിട്ട് ശ്രമിച്ചിരുന്നു. കാരണം ചൈനയുടെ സ്ട്രിംഗ് ഓഫ് പേൾസ് എന്ന് പറയുന്നൊരു പദ്ധതിയുണ്ട്. ഇന്ത്യയെ വരിഞ്ഞു മുറുക്കാനായിട്ട് ചൈന അവരുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് വഴി നടപ്പാക്കുന്ന ഒരു പദ്ധതിയായിട്ടാണ് ഇന്ത്യയിലെ വിദഗ്ധർ ഇതിനെ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ പദ്ധതിയിലൂടെ പല രാജ്യങ്ങളിലും ചൈനീസ് ബേസും ചൈനയുടെ പല പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ നിർമ്മിക്കുകയും അതിലൂടെ ഇന്ത്യ മുഴുവനായിട്ടും അവർ വാച്ച് ചെയ്തുകൊണ്ട് ഒരു പ്രശ്നമുണ്ടായാൽ ഇന്ത്യ അറ്റാക്ക് ചെയ്യാനുള്ള നീക്കങ്ങൾ നടപ്പാക്കുകയാണ് ഈ ഒരു സ്ട്രിംഗ് ഓഫ് പേൾസിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം. സോ സ്ട്രിംഗ് ഓഫ് പേൾസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് ശ്രീലങ്കയിലെ ഹമ്പൻതോട്ട പോർട്ട് കടന്നു വരുന്നുണ്ട്. ഈ ഹമ്പൻതോട്ട പോർട്ട്, ഈ പോർട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു മേഖലയുണ്ട്. ഇതിനെ PCC എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അതായത് പോർട്ട് സിറ്റി ഓഫ് കൊളംബോ എന്നാണ് ഇതിൻ്റെ പൂർണ്ണരൂപം. ഈ പോർട്ട് സിറ്റി ഓഫ് കൊളംബോ എന്ന് പറയുന്നത് ഈ ദുബായ് എങ്ങനെയാണോ ഒരു ഫിനാൻഷ്യൽ ഹബ്ബായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്, അതുപോലെ കൊളംബോയും വിദേശ രാജ്യങ്ങളിലെ പല ചരക്കുകൾ വരികയും അത് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഒരു ഹബ്ബാക്കി മാറ്റിയെടുക്കുകയാണ് ഈ ഒരു PCC എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇത് ഏകദേശം
$14 ബില്യൺ ഒരു പ്രൊജക്റ്റായിട്ടാണ് ശ്രീലങ്ക വിലയിരുത്തുന്നത്. ഈ പ്രൊജക്റ്റിനായിട്ട് പല രാജ്യങ്ങളുടെയും ഫണ്ട് അവർക്ക് ആവശ്യമായിട്ട് വന്നിരുന്നു. അങ്ങനെ 2016 കാലഘട്ടങ്ങളിൽ ശ്രീലങ്ക ചൈനയെ അപ്രോച്ച് ചെയ്തു. ചൈന ഒരു $1.5 ബില്യൺ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഏകദേശം 269 ഹെക്ടർ ലാൻഡ് ഈ ഒരു പ്രൊജക്റ്റിനായിട്ട് ശ്രീലങ്കയ്ക്ക് റെഡിയാക്കി കൊടുത്തു. ഈ കടലിലുള്ള ആ ഒരു ലാൻഡ് ശ്രീലങ്കയ്ക്കായിട്ട് റെഡിയാക്കി കൊടുത്തു. അതായത് ആ ഭാഗത്ത് മണ്ണ് നിക്ഷേപിച്ചിട്ട് ഒരു സിറ്റി പോലെ ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്ത് കൊടുത്തു. ഈ 269 ഹെക്ടറിൽ ഏകദേശം 116 ഹെക്ടറും ചൈന പിന്നീട് ശ്രീലങ്കയെ പലതരത്തിൽ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ പെടുത്തിയിട്ട് സ്വന്തമാക്കിയിരുന്നു. അങ്ങനെ സ്വന്തമാക്കിയ ഒരു മേഖലയാണ് ഹമ്പൻതോട്ട പോർട്ട് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇത് 99 വർഷത്തിൻ്റെ കരാറിലാണ് ശ്രീലങ്ക സ്വന്തമാക്കിയത്. അന്ന് ശ്രീലങ്ക ഭരിച്ചിരുന്ന സിരിസേനയുടെ ഗവൺമെൻറ് ആയിരുന്നു. സിരിസേനയുടെ ഗവൺമെൻറ്റിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അന്നുണ്ടായത്. കാരണം ഇത് കൊടുത്തേ മതിയാവുകയുള്ളൂ. എന്നാൽ മാത്രം ശ്രീലങ്കയ്ക്ക് ആ സമയത്ത് മെച്ചൂർഡ് അയക്കുന്ന മറ്റു പല ലോണുകളും തിരിച്ചടയ്ക്കാനായിട്ട് സാധ്യമാവുകയുള്ളൂ. അങ്ങനെ ആ ലോൺ തിരിച്ചടയ്ക്കാനായിട്ട് ഇവരുടെ കൈവശമുള്ള ഈ ഒരു സോവറിൻ അസറ്റ് അവർ കൊടുക്കുകയും ആ ഒരു പൈസ വാങ്ങിയിട്ട് നേരെ പോയി ആ ഒരു കടം തീർക്കുകയും ചെയ്തു. സോ ഇവിടെ മൊത്തമായിട്ട് കടം നോക്കുകയാണെങ്കിൽ ചൈനയുടെ ഭാഗത്ത് കൂടിക്കൂടി വരുന്നുണ്ട്. സോ അങ്ങനെ വന്നപ്പോൾ ഇന്ത്യയും ഇത് വലിയൊരു പ്രശ്നമായിട്ട് തന്നെ കണ്ടിരുന്നു. കാരണം ഇന്ത്യയുടെ സമീപത്തായിട്ട് കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയൊക്കെ സമീപത്തായിട്ടാണ് ഈ ഒരു ഹമ്പൻതോട്ട പോർട്ട് വരുന്നത്. ആ പോർട്ട് ഭാവിയിൽ മേ ബി ചൈന ഒരു മിലിറ്ററി പരമായിട്ടുള്ള യൂസിന് ഉപയോഗിക്കുമെന്നൊരു പേടി ഇന്ത്യക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഈ പോർട്ടിന് സമീപത്തായിട്ട് മറ്റു ചില പ്രധാനപ്പെട്ട നീക്കങ്ങൾ നടപ്പാക്കിയിരുന്നു. ആ നീക്കങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇതേപോലെ തന്നെ ചൈന ശ്രീലങ്കയെപ്പെടുത്തിയ മറ്റൊരു കാര്യമുണ്ട്. അതായത് ശ്രീലങ്കയിലെ ഒരു ഗോസ്റ്റ് എയർപോർട്ട് എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു ഘടകമുണ്ട്. ഇതിൻ്റെ പേര് മത്തല രാജപക്സെ ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്നാണ്. ഈ ഒരു എയർപോർട്ട് ഇപ്പോഴത്തെ രാജപക്സെയുടെയൊക്കെ പിതാവിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. ഈ എയർപോർട്ട് നിർമ്മിച്ച സമയത്ത് $285 മില്യൺ അടുത്ത് ചിലവായിട്ടുണ്ടായിരുന്നു. ആ പൈസ ചിലവാക്കിയതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അത് ഭാവിയിലെ ഒരു പ്രധാനപ്പെട്ട ലോകത്തിൻ്റെ ഏറ്റവും ബിസി ആയിട്ടുള്ള ഒരു എയർപോർട്ടായിട്ട് മാറുമെന്നൊക്കെയായിരുന്നു അന്ന് ഇവർ ധരിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് ചൈനയുടെ കയ്യിൽ നിന്ന് ഈ തുക വാങ്ങിക്കുകയും ഈ ഹമ്പൻതോട്ട പോർട്ടും പ്ലസ് ഈ ഒരു എയർപോർട്ടൊക്കെ നിർമ്മിച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഒരു 32 കിലോമീറ്റർ മാത്രമേ ഈ പോർട്ടിൽ നിന്ന് എയർപോർട്ടിലേക്ക് ഡിസ്റ്റൻസ് ആയിട്ട് വരുന്നുള്ളൂ. സോ ആ ഒരു എയർപോർട്ട് നിർമ്മിച്ചിട്ട് അത് വലിയ ലാഭം നേടാൻ സാധിക്കുമെന്നൊക്കെയാണ് അവർ കരുതുന്നത്. പക്ഷേ ആദ്യ വർഷം തന്നെ വെറും 4000 പാസഞ്ചേഴ്സ് മാത്രമേ അവിടെ ലാൻഡ് ചെയ്തിട്ടുള്ളൂ. പിന്നീട് അത് വീണ്ടും കുറഞ്ഞു. അങ്ങനെ വന്നപ്പോൾ ഈ എയർപോർട്ട് ലാഭകരമല്ലാന്ന് മനസ്സിലാക്കിയ ശേഷം ഇത് വിൽക്കാനായിട്ട് ശ്രീലങ്ക ശ്രമിച്ചിരുന്നു. അന്ന് ഈ എയർപോർട്ട് വാങ്ങിക്കാനും അതേസമയത്ത് തന്നെ ശ്രീലങ്കയുടെ കൊളംബോയിൽ ഒരു കണ്ടെയ്നർ ടെർമിനൽ വാങ്ങിക്കാനായിട്ടും ഇന്ത്യയും ജപ്പാനും കൂടെ ഒരുമിച്ച് ശ്രമങ്ങൾ നടപ്പാക്കിയിരുന്നു. പക്ഷെ അതിനെയും ശ്രീലങ്ക എതിർത്തിരുന്നു. കാരണം ഇത് സാധ്യമാകില്ല എന്ന് പറഞ്ഞിട്ട് പലതരം പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്തു. അങ്ങനെ ഈ ഒരു എയർപോർട്ടിൻ്റെ വാങ്ങിക്കാനുള്ള ഉദ്ദേശം എന്ന് പറയുകയാണെങ്കിൽ അവിടെ ആ എയർപോർട്ടിൽ നിന്ന് സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഹമ്പൻതോട്ട പോർട്ടിലെ പല കാര്യങ്ങളും ഇന്ത്യക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ചൈന $1.5 ബില്യൺ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഈ ഒരു പോർട്ട് സ്വന്തമാക്കിയിരിക്കുന്നത് ഒരു ലാഭവും ഇല്ലാന്ന് അറിഞ്ഞിട്ട് തന്നെയാണ്. ആ പോർട്ടിൽ ഇതുവരെയും ഒരു കപ്പലും എത്തിയിട്ടില്ല. സോ ഒരു ലാഭവും ഇല്ലാത്തൊരു പോർട്ടിൽ ഏകദേശം 10,000 കോടിയുടെ അടുത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചൈന മറ്റു പല നേട്ടങ്ങളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത് മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ ഇന്ത്യ ഈ എയർപോർട്ട് വാങ്ങിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ 2020 അധികാരത്തിൽ വന്ന രാജപക്സെ അത് കംപ്ലീറ്റ് ആയിട്ടും ഇല്ലാതാക്കിയിരുന്നു. ആ ഒരു 70% ഈ ഒരു എയർപോർട്ടിൻ്റെ ഷെയർ വാങ്ങിക്കാനായിട്ട് ഇന്ത്യ ശ്രമിച്ചപ്പോൾ അതിനായിട്ട് $250 മില്യൺ ഇന്ത്യ ചെലവാക്കാൻ റെഡിയായിരുന്നു. പക്ഷെ അത് സാധ്യമല്ല എന്ന് രാജപക്സെയുടെ പുതിയ ഭരണകൂടം അറിയിക്കുകയും ചെയ്തു. ഇങ്ങനെ മുഴുവനായിട്ടും ഇന്ത്യക്കെതിരായിട്ടുള്ള മനോഭാവം സൃഷ്ടിച്ച് ഇന്ത്യയെ മുഴുവനായിട്ട് അകറ്റി നിർത്താനായിട്ട് ശ്രമിച്ച ഒരു ഭരണകൂടമാണ് ഇന്ന് ഇന്ത്യക്ക് മുമ്പിൽ കൈയേണ്ടിക്കൊണ്ട് റെഡിയായി നിൽക്കുന്നത്. ഇവിടെ ഇന്ത്യ ശരിക്കും ശ്രീലങ്കയെ കത്തിക്കുകയാണോ ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരം മനസ്സിലാക്കാനായിട്ട് ഇന്ത്യ നൽകിയിരിക്കുന്ന പല ഓഫേഴ്സ് തന്നെ നമുക്ക് കണക്കാക്കാൻ സാധിക്കും. ഒന്നാമത്തെ കാര്യം, ശ്രീലങ്ക ഈ ഒരു അവസ്ഥയിൽ കഴിയുമ്പോൾ ഏകദേശം $1 ബില്യൺ ലൈൻ ഓഫ് ക്രെഡിറ്റ് ശ്രീലങ്കയ്ക്ക് ഇന്ത്യ നൽകിയിട്ടുണ്ട്. ഈ ഒരു ലൈൻ ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്ത്യയുടെ കയ്യിൽ കുറേ ഗുഡ്സ് ഉണ്ട്. ഇപ്പോൾ ഫുഡ് ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അഗ്രികൾച്ചർ ഐറ്റംസ് ഉണ്ടാവും. ഇതൊക്കെ ശ്രീലങ്കയ്ക്ക് നൽകാം. ഒരു ഇത്ര വർഷ കാലയളവിന് ശ്രീലങ്കയ്ക്ക് പൈസ നൽകാതെ ഇന്ത്യ നൽകാൻ സാധിക്കും. അങ്ങനെ നൽകിയ ശേഷം പിന്നീട് കുറച്ച് മാസം കഴിഞ്ഞിട്ട് ഇതിൻ്റെ തിരിച്ചടവായിട്ട് ശ്രീലങ്ക നൽകിയാൽ മതി. അതിനാണ് ഈ ലൈൻ ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. സോ ഇങ്ങനെ ലൈൻ ഓഫ് ക്രെഡിറ്റ് കൊടുക്കുമ്പോൾ 75% ഇന്ത്യയുടെ കയ്യിൽ നിന്ന് തന്നെ പ്രൊഡക്റ്റ് വാങ്ങണമെന്നൊരു നിബന്ധനയും അതിന് കൃത്യമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. സോ അങ്ങനെ ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കാനായിട്ടും ശ്രീലങ്ക ഇന്ന് സമ്മതിച്ചിട്ടുണ്ട്. കാരണം അവർക്ക് ഫുഡ് ഐറ്റംസ് വേണം, പാല് തുടങ്ങിയ എല്ലാ വസ്തുക്കൾക്കും വിലക്കയറ്റം സംഭവിക്കുകയാണ്. സോ ഇന്ത്യ ഇത്രയും തുക 7500 കോടി രൂപയുടെ പ്രൊഡക്ട്സ് നൽകാനായിട്ട് തയ്യാറായി വന്നിരുന്നു. മാത്രമല്ല 40,000 ടൺ ഡീസലും അത്യാവശ്യമായിട്ട് ശ്രീലങ്കയ്ക്ക് നൽകിയിട്ടുണ്ട്. അതിനൊപ്പം തന്നെ $500 മില്യൺ ഈ ക്രൂഡ് ഓയിലിൻ്റെ ഒരു ഇതേപോലെ ലൈൻ ഓഫ് ക്രെഡിറ്റും ഇന്ത്യ നൽകിയിട്ടുണ്ട്. അത് മാസമായിട്ട് ഏകദേശം 7 മാസത്തോളം ഈ ക്രൂഡ് ഓയിൽ സപ്ലൈ ചെയ്യാനായിട്ട് ഇന്ത്യ സമ്മതിച്ചിട്ടുമുണ്ട്. സോ ഇന്ത്യ ഇവിടെ ശ്രീലങ്കയെ വലിയ തോതിൽ സഹായിക്കാനായിട്ട് ഈ ഒരു അവസരത്തിൽ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ശ്രീലങ്ക ഇപ്പോഴും ചൈന മാത്രം മതിയെന്ന് പറയുന്ന ഒരു തീരുമാനത്തിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ശ്രീലങ്കയുടെ അകത്ത് ആഭ്യന്തരമായ യുദ്ധം ഉണ്ടാകാനുള്ള സാധ്യത എല്ലാ തരത്തിലും വർദ്ധിച്ചു വരുന്നത്. കാരണം ഇതേ സമയത്ത് വംശീയമായ വേർതിരിവ് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. എങ്ങനെയാണ് 2008 സമയത്ത് ശ്രീലങ്കയിലെ ആഭ്യന്തര കലഹം ഉണ്ടായത്, അതുപോലെ തന്നെ തമിഴ് ജനതയും അതുപോലെ സിംഹാലിസ് ജനതയും തമ്മിൽ വേർതിരിവ് കാണാൻ സാധിക്കുന്നുണ്ട്. നോർത്തേൺ ഭാഗത്ത് ഈ ജാഫ്ന എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് തമിഴ് വംശജരായ പല ആൾക്കാരും
ഇന്ത്യയിലോട്ട് തമിഴ്നാട് ഭാഗത്തോട്ട് വരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇവരെ തടഞ്ഞു നിർത്താനായിട്ടും ശ്രീലങ്കൻ ഗവൺമെൻറ് ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ വലിയ പല പ്രശ്നങ്ങൾ ഇന്ത്യയിലോട്ട് അഭയാർത്ഥി പ്രളയം ഈ സമയത്ത് വന്നേക്കാം. ഇത് കാര്യമായിട്ട് തന്നെ ഇന്ത്യയുടെ ഇന്റലിജൻസ് പരിഗണിക്കുന്ന ഒരു ഘടകവുമാണ്. അങ്ങനെ മുഴുവനായിട്ടും ഇവിടെ പ്രശ്നങ്ങൾക്ക് മേൽ പ്രശ്നം വന്നുകൊണ്ടിരിക്കുമ്പോഴും ചൈന ശ്രീലങ്കയെ സഹായിക്കാനായിട്ട് ഇതുവരെയും ഒരു പ്രോപ്പറായുള്ള തീരുമാനം എടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞു $2 ബില്യൺ അമേരിക്കൻ ഈ വർഷം ശ്രീലങ്ക ചൈനയ്ക്ക് നൽകാനുണ്ട്. അതിൽ $400 to $500 മില്യൺ ഇമീഡിയറ്റ് ആയിട്ട് നൽകേണ്ട ഒരു പൈസയാണ്. അതിൻ്റെ ഒരു വേവിയർ അത് എക്സ്റ്റെൻഡ് ചെയ്ത് നൽകാനായിട്ട് ശ്രീലങ്കയുടെ പ്രൈം മിനിസ്റ്ററും പ്രസിഡന്റൊക്കെ മാറി ചൈനീസ് പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ടു. പക്ഷേ ഇതുവരെയും ചൈനീസ് പ്രസിഡന്റ് ഒരു ഒഫീഷ്യലായിട്ടുള്ള കൺഫർമേഷൻ അതിന് നൽകിയിട്ടില്ല. സോ ആ തുക തിരിച്ചടിക്കേണ്ട അവസ്ഥ എത്തിക്കഴിഞ്ഞാൽ അത് വീണ്ടും ശ്രീലങ്കയ്ക്ക് പ്രശ്നമായി മാറിയേക്കാം. അങ്ങനെ മുഴുവനായിട്ട് പ്രശ്നങ്ങൾ നിൽക്കുമ്പോൾ അവരുടെ അവസാന ഓപ്ഷനായിട്ട് IMF എന്ന് പറയുന്ന ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൻ്റെ കയ്യിൽ നിന്ന് ഒരു ബെയിലൗട്ട് ഓപ്ഷന് ശ്രീലങ്കയ്ക്ക് ശ്രമിക്കാൻ സാധിക്കും. ഈ ബെയിലൗട്ട് എന്ന് പറഞ്ഞാൽ ഈ പൈസ മുഴുവനായിട്ടും അവർക്ക് വേണ്ട ആവശ്യമായ തുക ഈ IMF നൽകും. പക്ഷേ IMF പറയുന്ന പല നിബന്ധനകളും ശ്രീലങ്ക പാലിക്കേണ്ടി വരും. IMFന്റെ പലതരം എക്കോണമിക്കൽ പോളിസിയും ശ്രീലങ്കയുടെ മേലെ അടിച്ചേൽപ്പിക്കപ്പെടും. അവിടെ പോലും ഇന്ത്യ സഹായിക്കാനായിട്ട് കടന്നു വരുന്നുണ്ട്. ഇന്ത്യ പറഞ്ഞു ഈ IMFന്റെ പല ചർച്ചകളിലും ശ്രീലങ്കയെ സഹായിക്കാനായിട്ട് ഇന്ത്യയുടെ സാമ്പത്തിക വിദഗ്ധർ തയ്യാറാണെന്നും ഈ സാമ്പത്തിക വിദഗ്ധർ ശ്രീലങ്കയ്ക്ക് വേണ്ട കൃത്യമായ ഉപദേശങ്ങൾ നൽകാനായിട്ട് ശ്രമിക്കുന്നുണ്ടെന്നും അവരും ശ്രീലങ്കയിലെ വിദഗ്ധരും തമ്മിലുള്ള ചർച്ചകൾ നടക്കുന്നതായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ഈവൻ ഇന്ത്യയുടെ ഫോറിൻ മിനിസ്റ്റർ ഇന്ന് മാൽദ്വീപിൽ സന്ദർശനം നടത്തിയ ശേഷം നേരെ പോകുന്നത് ശ്രീലങ്കയിലോട്ടാണ്. അവിടെ വെച്ചും ഇന്ത്യ മേ ബി പല ഓഫേഴ്സ് ശ്രീലങ്കയ്ക്ക് നൽകിയേക്കാം. പക്ഷേ ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്തോലും ശ്രീലങ്ക വീണ്ടും തിരിച്ച് ഇന്ത്യയെ തന്നെ കൊത്തുന്നൊരു പാമ്പായിട്ട് മാറിക്കൊണ്ടിരിക്കും എന്ന് പറയുന്നത് ഒഴിവാക്കാൻ പറ്റുന്നൊരു ഘടകം തന്നെയാണ്. സോ ഇതിന് പരിഹാര മാർഗം എന്താ ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഭരണത്തിന് മാറ്റം സംഭവിച്ചാലേ ശ്രീലങ്കയിലെ ഇപ്പോഴത്തെ പ്രശ്നത്തിന് പൂർണ്ണമായിട്ടുള്ളൊരു പരിഹാരം കാണാനായിട്ട് അവിടുത്തെ ഭരണകൂടത്തിന് ഇനിയെങ്കിലും സാധ്യമാവുകയുള്ളൂ. ഈ അധികാര മാറ്റം എന്ന് പറഞ്ഞാൽ 20 ആൾക്കാരടുത്ത് ഈ ഒരു ഫാമിലിയുള്ള ആൾക്കാർ മാത്രം തന്നെയാണ് ശ്രീലങ്കയിലെ മുഴുവൻ ഹയർ പൊസിഷനിലും ഇരിക്കുന്നത്. സോ അവരെ മാറ്റിയിട്ട് പുതിയ ഭരണകൂടം വരണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. അല്ലെങ്കിൽ പെട്രോൾ പമ്പിന് മുമ്പിൽ കാവൽ നിൽക്കുന്ന പട്ടാളക്കാർ നാളെ ഓരോ ജനങ്ങളുടെയും വീട്ടിന് മുമ്പിൽ കാവൽ നിൽക്കേണ്ട ആവശ്യത്തോട് എത്തിയേക്കാം. കാരണം അത്രയും മോശമായിട്ടാണ് ശ്രീലങ്കയിലെ പ്രശ്നങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ശ്രീലങ്കയിലെ പ്രശ്നങ്ങളെപ്പറ്റിയും ഇന്ത്യയുടെ ഇൻവോൾവ്മെൻറ്റിനെ പറ്റിയും എന്താണ് പറയാനുള്ളതെന്ന് താഴെ കമന്റ് ബോക്സിൽ ആഡ് ചെയ്യുക. നമുക്കിതിനെപ്പറ്റി വിശദമായിട്ട് മറ്റു പല വീഡിയോസ് ചെയ്യാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. സോ ആ ഒരു വീഡിയോയ്ക്കായിട്ട് വെയിറ്റ് ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫോർ വാച്ച് ദിസ് വീഡിയോ. ജയ് ഹിന്ദ്.